മറ്റൊരു കാഴ്ചയും കൂടി നമ്മൾ കാണുകയാണ്. ഇത് കോൺഫ്ലവർ കൃഷിയിടമാണ്, കൃഷിപ്പാടം. ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുക എന്ന് പറയുന്നത് 3 മാസമാണ്. മാക്സിമം 3 മാസം കൊണ്ട് ഇതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തും എന്നാണ് കർഷകൻ പറയുന്നത്. ഇതിപ്പോൾ ആയിട്ടില്ല, 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 1 മാസത്തെ വളർച്ചയാണ് കാണുന്നതിനകത്ത്. ഇതിൻ്റെ പൂ വന്നിരിക്കുന്നുണ്ടോ? നെല്ല് പോലത്തെ പൂക്കളാണ്. പക്ഷേ ഇതിൻ്റെ കായ വരുന്നത്, കോൺഫ്ലവർ വരുന്നത് വേണ്ട ഈ ഭാഗത്തായിട്ട് മുകളിൽ നിന്നും ഏതാണ്ട് ഒരു 1.5 അടി താഴെയായിട്ടാണ് വരുന്നത്. മൊത്തം ഇതിൻ്റെ കാലാവധി 110 ദിവസം അല്ലെങ്കിൽ 3 മാസം. അല്ല, അതെ, 3 മാസമല്ല, 120 ദിവസം, 4 മാസം മാക്സിമം ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഈ കോൺഫ്ലവർ കൃഷിയുടെ കോൺഫ്ലവർ കൃഷിയുടെ തന്നെ മറ്റൊരു പാടമാണ് ഇത്. ഇതിനോട് ചേർന്നിരിക്കുന്ന ഒരു പാടമാണ്. പക്ഷേ ഇത് തീരെ വളർച്ച ചെറുതാണ്. പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. കാണാവോ? വളരെ ചെറിയ തൈകളാണ്. ഇതേണ്ട കഷ്ടിച്ച് 1 മാസം പോലും ആയിട്ടില്ല എന്നാണ് കർഷകൻ പറയുന്നത്. ഇങ്ങപ്പുറേ കാണുന്ന വളർച്ച എത്തിയതാണ്, 1 മാസത്തിൽ കൂടുതൽ എത്തിയ കാലാവധിയിൽ എത്തിയതാണ്. ഈ കാണുന്ന ചെടി പുഴു കുത്തിയതാണ്. ഇതിന് ഇടയ്ക്ക് ഒരു മരുന്ന് അടിക്കും ഇവർ, അല്ലെങ്കിൽ മൊത്തം പുഴുവായിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു മരുന്ന് അടിക്കാറുണ്ട്. ഈ കോൺഫ്ലവർ കൃഷിയുടെ മൊത്തം കാലഹരണം, അതായത് കൃഷി നമ്മൾ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 110 ദിവസം എന്നാണ് കർഷകൻ പറഞ്ഞത്. നെൽക്കതിര് പോലെ കാണുന്നത് കോൺഫ്ലവർ പൂവാണ്. ഇനി ഇതിൻ്റെ കായ ഉത്ഭവിക്കുന്ന പ്രദേശമാണ് ഈ കാണുന്നത്. കാണാവോ? കായ ഉത്ഭവിച്ച് വരുന്നതിൻ്റെ തലയ്ക്ക കാണുന്ന ഒരുതരം പൂവാണ് ഈ കാണുന്നത്. ഉണ്ടോ? ഈ പൂവിൻ്റെ ഈ ശിഖരത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഈ കായ കയറി വരുന്നത്. കാണാവോ? അത്രയും ഭാഗം കായായിട്ട് വരും. കോൺഫ്ലവർ കൃഷിയിടത്തിലെ ദൃശ്യങ്ങളാണ് ദീപം FIS ചാനലിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കോൺഫ്ലവർ കൃഷിയിടമാണ്. ഒറ്റ നോട്ടത്തിൽ ദൂരെ നോക്കുമ്പം കരിമ്പൻ കൃഷി പോലെയാണ് തോന്നുകയുള്ളൂ. പക്ഷേ തൊട്ടടുത്ത് വന്ന് കാണുമ്പോഴേ ഉള്ളൂ അതിൻ്റെ യഥാർത്ഥ രീതി മനസ്സിലാവുകയുള്ളൂ. ഈ കാണുന്ന നെൽക്കതിര് പോലിരിക്കുന്ന സാധനം ഇതിൻ്റെ ടോപ്പിലത്തെ ഫ്ലവറാണ്.